ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-11 വാക്യങ്ങൾ. മർക്കോസ് 2-ാം അധ്യായം 5-ാം വാക്യവും 11-ാം വാക്യവും. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 11-ാം വാക്യം. എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. സൗഖ്യദായകനായ കർത്താവ് വ്യത്യസ്തമായ തലങ്ങളിൽ മാനസിക, ശാരീരിക, ആത്മീക തലങ്ങളിൽ കർത്താവ് അനേകർക്ക് സൗഖ്യം കൊടുത്തതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ തളർവാദ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന കാര്യമാണ്. ആദ്യം അവൻ്റെ പാപങ്ങൾക്ക് മോചനം നൽകി ആന്തരിക സൗഖ്യം വരുത്തിയ ശേഷമാണ് ശാരീരിക സൗഖ്യം നൽകിയത്. കുറ്റബോധവും അതിൻ്റെ പിൻപിലുള്ള പാപപ്രവൃത്തിയും ദാവീദിനെ അസ്വസ്ഥനാക്കിയിരുന്നതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. 33-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നതാണ്, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. പലർക്കും മാറാത്ത തലവേദന, സന്ധിവേദന, നെഞ്ചെരിച്ചിൽ, വയറുവേദന, ഇങ്ങനെയുള്ള പല രോഗങ്ങളെക്കുറിച്ചും അവർ പരാതിപ്പെടും. ചില രോഗങ്ങളുടെയൊക്കെ കാരണം മിക്കപ്പോഴും മാനസിക പിരിമുറുക്കമോ കുറ്റബോധമോ എന്തെങ്കിലുമൊക്കെ ആകും. ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ആത്മീയ പ്രഭാഷകനെ കുറിച്ച് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇങ്ങനെയുണ്ട്: ഐ ഓൾവേസ് സെൻഡ് മൈ പെറ്റീഷൻസ് ടു ഹിയർ ഹിം because he preaches the doctrine of the forgiveness of sins. എൻ്റെ രോഗികളെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എപ്പോഴും അയക്കും, കാരണം അദ്ദേഹം പാപമോചനത്തെക്കുറിച്ചുള്ള സന്ദേശം നൽകുന്നു. ശാരീരിക കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളാണ് മൂന്നാമത്തെ ഗണത്തിലുള്ളത്. അതായത് പനിയും ബധിരതയും അന്ധത, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ. അണുബാധ കൊണ്ടും മറ്റുമൊക്കെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് മനുഷ്യരെ അലട്ടുന്നത് എന്ന് മനസ്സിലാക്കും. എന്നാൽ യേശു അവയെല്ലാറ്റിനെയും ശാസിച്ച് സൗഖ്യമാക്കാൻ മനസ്സും കഴിവുമുള്ളവനാണെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അനേക ശാരീരിക മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവമേ, നീ എൻ്റെ ദൈവം എന്ന് വചനത്തോട് ചേർന്ന് നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് രോഗസൗഖ്യത്തിന് ഏറ്റവും അടിസ്ഥാനപ്രദമായ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, വേദപുസ്തകത്തിലെ ഒരു പ്രധാന വാക്ക് നമ്മളെ അതിനുവേണ്ടി കൂടുതൽ പ്രചോദിപ്പിക്കുന്നുണ്ട്. യഹോവ റോഫി, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ. 2 കാര്യങ്ങൾ ഈ സൗഖ്യ ദാനത്തിന് അടിസ്ഥാനമാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്.
ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തുകയും ഫലപ്രദമാക്കുകയും ചെയ്യുന്നു. വിശ്വാസവും പ്രാർത്ഥനയുമാണ് ആ രണ്ട് പ്രധാന കാര്യങ്ങൾ. വിശ്വാസമാണ് പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്. പ്രാർത്ഥന ഫലപ്രദവും വിജയകരവുമാകുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉയരുമ്പോഴാണ്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് രോഗസൗഖ്യത്തിന് ഇത് വലിയ പങ്ക് വഹിക്കുന്നു എന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഒരു രോഗിയോട് അയാളെ സൗഖ്യമാക്കിയ ശേഷം പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മകളുടെ സൗഖ്യം കൊടുത്ത ശേഷം അമ്മയോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ചികിത്സാ രംഗങ്ങളിൽ ഇങ്ങനെ രോഗിയുടെ വിശ്വാസം വളരെ പ്രസക്തമാണ് എന്ന് അനേക ഡോക്ടർമാരും സൂചിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠ സാക്ഷ്യം ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ മകളുടെ സൗഖ്യത്തിനായി കർത്താവിനെ സമീപിക്കുന്ന ഒരു മാതാവ്, യഹൂദേതര സമൂഹത്തിൽ നിന്ന് വന്ന സ്ത്രീ, തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അവളുടെ സമീപനത്തിലൂടെ വ്യക്തമാക്കുന്നു. കർത്താവ് അവളെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ സൗഖ്യത്തിന് വിശ്വാസം വളരെ അനിവാര്യമാണ്. കർത്താവ് എന്നെ സൗഖ്യമാക്കാൻ മതിയായ ദൈവമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. സൗഖ്യപ്രാപ്തിക്കുള്ള ഏറ്റവും വലിയ മുഖാന്തരമാണ് പ്രാർത്ഥന. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഇസ്രായേൽ രാജാവായ ഹിസ്കിയാവിൻ്റെ അനുഭവം തിരുവെഴുത്തിൽ വിവരിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ മരിക്കത്തക്ക ഒരു രോഗം രാജാവിന് ബാധിച്ച് അവശനായി കിടക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ കടന്നു ചെന്നത് അറിയിച്ച് അദ്ദേഹം പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല. നടുക്കം ഉളവാക്കുന്ന വാക്കുകളാണ്. പക്ഷെ രാജാവ് അപ്പോൾ ചെയ്തത്, മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ദൈവത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. തുടർന്ന് വായിക്കുന്നത്, രാജാവിന് സൗഖ്യമുണ്ടായി എന്നാണ്. ആയുസ്സിനെ ദൈവം തമ്പുരാൻ നീട്ടിക്കൊടുത്തു. അപ്പോൾ രോഗിയുടെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും സുഖപ്രാപ്തിക്ക് നിദാനമാണ്. പുരാതന കാലത്ത് മാത്രമല്ല, ആധുനിക കാലത്തും പ്രാർത്ഥന മൂലം സുഖപ്രാപ്തി ഉണ്ടായിട്ടുള്ള അനേകരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളുടെ സൗഖ്യത്തിന് വിശ്വാസവും പ്രാർത്ഥനയും ഏറ്റവും അനിവാര്യമാണ്. ഇതിന് ഈ രോഗത്തിൻ്റെ വിടുതലിന് യേശു മതിയായവനാണ് എന്ന വിശ്വാസം, അതിലേക്ക് നയിക്കുന്ന പ്രാർത്ഥന, ഈ രണ്ട് ഘടകങ്ങൾ വളരെ അനിവാര്യമാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിത രംഗങ്ങളിൽ കൂടുതൽ വർദ്ധിച്ച് പെരുകുന്നതിന് ഇടയാക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ. അതിനുമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പല വിധത്തിലുള്ള പ്രയാസങ്ങളിലും രോഗങ്ങളിലും കടന്നു പോകുമ്പോൾ കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത കരുണയും ദയയും കൂടെ ഇരുന്ന് വഴി നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. വ്യത്യസ്തമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. 4 ആൾ ചേർന്ന് പക്ഷപാതക്കാരനെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു.
അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരൻ അവിടുന്ന് സൗഖ്യം നൽകി പാപം മോചിച്ചു എന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുമല്ലോ. അവിടുന്ന് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് ആ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ഒരു വർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സൗഖ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.